അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുൽഖർനൈനിയുടെ മൂന്നാമത്തെ പടയോട്ടത്തെക്കുറിച്ചാണ് ഇനി 92 മുതൽ 98 വരെയുള്ള ആയത്തുകളിൽ പറയുന്നത്. അദ്ദേഹം തൻ്റെ ആ പടയോട്ടത്തിൽ തികച്ചും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു ജനസമൂഹത്തിലേക്ക് എത്തിപ്പെട്ടതും ആ ജനം യഅ്ജൂജും മഅ്ജൂജും എന്ന പേരിലുള്ള ജനവിഭാഗങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചതും അദ്ദേഹം അവരുടെ സഹായത്തോടെ യഅ്ജൂജ് മഅ്ജൂജ് ജനവിഭാഗങ്ങളെ തടയാൻ ഒരു വലിയ മതിൽക്കെട്ട് നിർമ്മിച്ചതുമാണ് ഈ ആയത്തുകളിൽ പറയുന്നത്. ഇതിൽ 92 മുതൽ 4 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. സുമ്മ അത്ബഅ സബബ, പിന്നെ അദ്ദേഹം മറ്റൊരു മാർഗം പിന്തുടർന്നു. ഈ വാചകം ആവർത്തിച്ചു വന്നതാണ്, മുമ്പ് വിശദീകരിച്ചതാണ്. അദ്ദേഹം മൂന്നാമതൊരു പടയോട്ടം നടത്തി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പടയോട്ടങ്ങൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമായിരുന്നു എന്ന് ആയത്തുകളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. എന്നാൽ ഈ പടയോട്ടം എങ്ങോട്ടായിരുന്നു എന്ന് ഇവിടെ പറയുന്നില്ല. വടക്കു കിഴക്കൻ ദിക്കിലേക്കായിരുന്നു എന്ന് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ വിവരിക്കുന്നുണ്ട്. ഹത്ത ഇദാ ബലഗ ബൈന സദ്ദൈനി, അങ്ങനെ അദ്ദേഹം 2 വലിയ കെട്ടുകൾക്കിടയിൽ എത്തിയപ്പോൾ. സദ് എന്നാൽ തടയാനുള്ള തടവ്, കെട്ട്, അണക്കെട്ട് എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ 2 മലകൾക്കിടയിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. 2 മലകൾക്കിടയിലുള്ള ഒരു പ്രദേശത്താണ് അദ്ദേഹം എത്തിയത് എന്നാണ് പറയുന്നത്. ആ 2 വലിയ മലകൾക്കരികിലാണ് ആ നാട്ടിലെ ജനങ്ങൾ താമസിച്ചിരുന്നത്. വജദമിൻ ദൂനിഹിമ, അതിന് 2-നുമരികിൽ അദ്ദേഹം കണ്ടു, ആ മലകൾക്കരികിൽ ദുൽഖർനൈനി കണ്ടു ഖൗമൻ, ഒരു ജനസമൂഹത്തെ. ആ മലകൾക്കരികിൽ ഒരു ജനവിഭാഗം താമസിക്കുന്നുണ്ടായിരുന്നു. ലാ യക്കാദൂന യഫ്ഖഹൂന ഖൗല, പറയുന്നതൊന്നും അവർക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതായത് മറ്റുള്ളവർ പറയുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ജനവിഭാഗമായിരുന്നു അവർ. ദുൽഖർനൈനിയും മറ്റുള്ളവരും പറയുന്നത് ക്ലേശിക്കാതെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അത്രക്കും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു ജനസമൂഹമായിരുന്നു അതെന്നാണ് മനസ്സിലാവുന്നത്. മറ്റുള്ളവരുടെ സംസാരം പോലും അവർക്ക് അപരിചിതമായിരുന്നു. പാലു, അവർ ദുൽഖർനൈനിയോട് പറഞ്ഞു, യാ ദുൽഖർനൈൻ, ഓ ദുൽഖർനൈൻ, ഇന്ന യഅ്ജൂജ വമഅ്ജൂജ, തീർച്ചയായും യഅ്ജൂജ് മഅ്ജൂജ് ജനവിഭാഗങ്ങൾ മുഫ്സിദൂന ഫിൽ അർളി, നാട്ടിൽ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. യഅ്ജൂജും മഅ്ജൂജും ഞങ്ങളുടെ നാട്ടിൽ വന്ന് കുഴപ്പമുണ്ടാക്കുന്നു. ഫഹൽ നജ്അലു ലക ഖർജ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് കരം തരട്ടെയോ, നികുതി തരട്ടെയോ. ഖർജ എന്ന് പറഞ്ഞാൽ കരം, നികുതി എന്നാണ്. അല അൻ തജ്അല ബൈനന വ ബൈനഹും സദ്ദ, ഞങ്ങൾക്കും അവർക്കുമിടയിൽ ഒരു ഭിത്തി അങ്ങ് പണിതു തരുന്നതിനു വേണ്ടി, അങ്ങയുടെ ശക്തിയും കഴിവും ഉപയോഗിച്ച് ഞങ്ങളെ യഅ്ജൂജ് മഅ്ജൂജ് ജനവിഭാഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം. അതിനായി അവർക്കും ഞങ്ങൾക്കുമിടയിൽ അങ്ങ് ഒരു ഭിത്തി പണിതു തന്നാൽ ഞങ്ങൾ അങ്ങക്ക് അതിന് പകരമായി കരം നൽകാം, നികുതി നൽകാം എന്നാണ് ദുൽഖർനൈനിയോട് അവർ പറഞ്ഞത്. അവരുടെ നാട് കുത്തനെ നിലകൊള്ളുന്ന 2 മലകൾക്കരികിലായിരുന്നു. ആ മലകൾക്കിടയിലൂടെയാണ് യഅ്ജൂജും മഅ്ജൂജും അവരുടെ അടുത്തേക്ക് വന്നിരുന്നത്. ആ ഗ്യാപ്പ് ഒരു അണക്കെട്ട് ഉണ്ടാക്കി തടയുകയാണെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അതുകൊണ്ട് അവരെ തടയാൻ അണക്കെട്ട് പോലുള്ള ഒരു വലിയ ഭിത്തി ഉണ്ടാക്കി തന്ന് ഞങ്ങളെ സഹായിക്കണം എന്നാണ് അവർ ദുൽഖർനൈനിയോട് ആവശ്യപ്പെട്ടത്. യഅ്ജൂജും മഅ്ജൂജും എന്നത് ആദം സന്തതികളിൽപ്പെട്ട മനുഷ്യകുലത്തിൽപ്പെട്ട ജനവിഭാഗങ്ങൾ തന്നെയാണ്. 2 തവണയാണ് യഅ്ജൂജും മഅ്ജൂജും എന്ന് ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ഒന്ന് ഇവിടെയും ഒന്ന് വരാനിരിക്കുന്ന സൂറത്തുൽ അംബിയായിലുമാണ്. നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന അക്രമികളായ ജനസമൂഹങ്ങളായിക്കൊണ്ടാണ് യഅ്ജൂജിനെയും മഅ്ജൂജിനെയും പരിചയപ്പെടുത്തുന്നത്. നൂഹ് നബിയുടെ മകൻ യാഫിത്തിൻ്റെ സന്താന പരമ്പരയിലാണ് ഈ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഇവർ എണ്ണത്തിൽ വളരെ കൂടുതലും പെട്ടെന്ന് ഭൂമിയിൽ പരക്കുന്നവരുമാണ് എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏഷ്യൻ വൻകരയുടെ മധ്യത്തിലും വടക്കു ഭാഗത്തുമായി വസിച്ചിരുന്ന മംഗോളിയർ, താർത്താരികൾ തുടങ്ങിയ ജനവിഭാഗങ്ങൾ ആദ്യകാലത്ത് ഭൂമിയിൽ വലിയ സൈനിക ശക്തി കൊണ്ട് അതിവേഗം അക്രമങ്ങൾ നടത്തി വന്ന അപരിഷ്കൃതരായ ജനവിഭാഗങ്ങളായിരുന്നു. മംഗോളിയക്കാർ മംഗോളിയയിൽ നിന്നുള്ളവരും താർത്താരികൾ തുർക്കുമാനികളുമായിരുന്നു. ഇവരിലെ അവാന്തര വിഭാഗങ്ങളാണ് യഅ്ജൂജ് മഅ്ജൂജ് എന്ന് ചില മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും തങ്ങൾക്കും
യജൂജ് മഅജൂജ് ജനവിഭാഗങ്ങൾക്കുമിടയിൽ ഒരു കെട്ട് ഉണ്ടാക്കിത്തരണമെന്നും അതിനു പകരം ഞങ്ങൾ കരമടച്ചു കൊള്ളാമെന്നുമുള്ള ആ നാട്ടുകാരുടെ ആവശ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് ദുൽഖർനൈൻ പറഞ്ഞു. കാല, അദ്ദേഹം പറഞ്ഞു, മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ, എനിക്ക് എൻ്റെ റബ്ബ് തന്നിട്ടുള്ളത് തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ്. മാ മക്കന്നി ഫീഹി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് ഒരുക്കി തന്നിട്ടുള്ളത് എന്താണോ അത് ഖൈറുൻ, ഉത്തമമായിട്ടുള്ളതാണ്. അള്ളാഹു തനിക്ക് നൽകിയ അപാരമായ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് ആ പാവങ്ങളായ നിസ്സഹായരായ മനുഷ്യരോട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ നികുതിയും കരവുമൊന്നും വേണ്ട, എനിക്ക് അള്ളാഹു തന്നത് തന്നെ ധാരാളമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സഹായിക്കാനുള്ള ബാധ്യത എനിക്കുണ്ടെന്നും അങ്ങനെയാണ് ഞാൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടത് എന്നുമാണ് അദ്ദേഹം ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ സാമ്പത്തിക സഹായമൊന്നും എനിക്ക് വേണ്ട, പക്ഷേ ഫഅഈനൂനി ബിഖുവത്തിൻ, നിങ്ങളുടെ കായിക ശക്തി കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുവിൻ. നിങ്ങൾ എൻ്റെ കൂടെ അധ്വാനിക്കാൻ തയ്യാറാവുക. അജ്അൽ ബൈനക്കും വബൈനഹും റദ്മ, നിങ്ങൾക്കും അവർക്കുമിടയിൽ ഞാൻ ഭദ്രമായ ഒരു മതിൽക്കെട്ട് ഉണ്ടാക്കിത്തരാം. റദ്മൻ എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള മതിൽക്കെട്ട് എന്നാണ്. ഞാൻ നിങ്ങൾക്ക് മതിൽക്കെട്ട് ഉണ്ടാക്കിത്തരാം, അതിനായി നിങ്ങളും എൻ്റെ കൂടെ ജോലി ചെയ്യുക എന്നാണ് അദ്ദേഹം അവരോട് പറഞ്ഞത്. തുടർന്ന് ആ മതിൽക്കെട്ട് നിർമ്മിക്കുന്നത് വിവരിക്കുകയാണ് അടുത്ത ആയത്തുകളിൽ. അത് ഇൻഷാ അല്ലാഹ് നാളെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.